ഇൻവിസിബിൾ ഉണ്ടാക്കാൻ പഠിക്കണോ? കമ്മൽ ഉണ്ടാക്കാൻ പഠിക്കണോ? മെറ്റീരിയൽസിന്റെ വില അറിയണോ? ടൂൾസിന്റെ വില അറിയണോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആര്യാസ് വേൾഡ്. ഫസ്റ്റ് വൺ, ഇൻവിസിബിൾ നെക്ലേസ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻവിസിബിൾ നെക്ലേസ് എങ്ങനെ ചെയ്യാം, അതിന് വേണ്ട സാധനങ്ങളും അതിന് എത്ര രൂപയാവും എന്നൊക്കെ നമുക്ക് പരിചയപ്പെട്ടാലോ. അപ്പോൾ നമ്മുടെ ഇൻവിസിബിൾ നെക്ലേസിന് ആദ്യം തന്നെ വേണ്ട ഒരു സാധനമാണ് ഗിയർ വയർ. ഈ കാണുന്നതാണ് ഗിയർ വയർ. ഈ ഗിയർ വയർ ഗോൾഡൻ കളറും സിൽവർ കളറിലും പിന്നെ ഒരുപാട് കളറിലും അവൈലബിൾ ആണ്. പക്ഷേ ഗോൾഡൻ കളറിലും സിൽവർ കളറിലുമുള്ള ഗിയർ വയേഴ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവിസിബിൾ നെക്ലേസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. ഇതുപോലത്തെ ഒരു റോള് ഗിയർ വയറിന് 50 രൂപ വില വരുന്നുണ്ട്. ഒരു റോള് വാങ്ങിക്കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഗിയർ ലോക്കാണ്. ഈ കാണുന്നതാണ് സാധനം. കാണാൻ തീരെ കുഞ്ഞതായിരിക്കും, പക്ഷേ 5 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് 28 രൂപ വില വരുന്നു. അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ്. ഈ കാണുന്നതാണ് സാധനം. ഇവനിങ്ങനെ കാണുന്നത് പോലെയല്ല, കുറച്ച് വില കൂടിയ ഐറ്റാണ്. ഇനി കാണിക്കുന്നത് ജംറിംഗ് ആണ്. ഞാനിവിടെ ജംറിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ സൈഡ് റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുതായിരിക്കും, കുറച്ച് വില കൂടുതലും ആയിരിക്കും. ഇതാവുമ്പോൾ 10 ഗ്രാമിന് 10 രൂപയെ വില വരുന്നുള്ളൂ. ഇത് കുന്തൻ സ്റ്റോൺ, 4 ഹോൾ കുന്തൻ സ്റ്റോൺ എന്ന് പറയും. ഒരെണ്ണത്തിന് 2 രൂപയാണ് ഇതിൻ്റെ വില. ഇതല്ലാതെ നിങ്ങൾക്ക് പല പല ചാംസും മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് കിട്ടും. അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള താമരയുടെ ലോട്ടസ് ചാംസൊക്കെ കിട്ടും. അതൊക്കെ 10 രൂപ 15 രൂപയൊക്കെ ഒരെണ്ണത്തിന് വില വരുന്നുണ്ട്. ഇതിപ്പോൾ 2 രൂപ മാത്രമാണ് വരുന്നത്. ഇതിൽ നിന്ന് ഈ ഒരു വയലറ്റ് കളർ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റോണിന് കണ്ടോ 4 സൈഡിലും ഹോളുണ്ട്. ബീഡ്സ് ഒക്കെ വെച്ച് നെക്ലേസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുന്തൻ സ്റ്റോൺ ആണ് ഇത്. ഇനി ഇതിന് വേണ്ട ടൂൾസ് ഇതാണ്. നോസ് പീലർ അല്ലെങ്കിൽ നോസ് പ്ലെയർ എന്നൊക്കെ പറയുന്ന സാധനം. ഈ പ്ലെയറിന് 70 രൂപയാണ് വില വരുന്നത്. എന്നാൽ ഇതിൻ്റെ അറ്റം നല്ല ഷാർപ്പുള്ള നോസ് പീലർ ഉണ്ട്, അതിന് നല്ല വില വരുന്നുണ്ട്. ഇത് കട്ടറാണ്. ഈ കട്ടറിനും 70 രൂപ തന്നെയാണ് വില വരുന്നത്. അങ്ങനെ മെറ്റീരിയൽസും അതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവിസിബിൾ നെക്ലേസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കഴുത്തിൽ വെച്ചിട്ട് എത്ര ഇറക്കം വേണമെന്നൊന്ന് നോക്കുക. ഇൻവിസിബിൾ ആയതുകൊണ്ട് അധികം ഇറക്കം ആവശ്യമില്ല. അങ്ങനെ അളവൊന്ന് നോക്കിയിട്ട് കട്ടർ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ടറിൻ്റെ യൂസ് എന്താ? അങ്ങനെ നമ്മുടെ ഗിയർ വയറിലേക്ക് ആദ്യം തന്നെ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗിയർ ലോക്ക് പിടിക്കാൻ തന്നെ ഒരു പാടാണ്, തീരെ കുഞ്ഞതായതുകൊണ്ട്. അപ്പോൾ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സൈഡ് റിങ്ങോ അല്ലെങ്കിൽ ജംറിങ്ങോ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഗിയർ വയർ ഇതുപോലെ വളച്ച് ഇങ്ങനെ ഉള്ളിലൂടെ ഇട്ടിട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുക. പുറത്തേക്ക് വന്ന ഭാഗം ഇതുപോലെ വലിച്ച് ജംറിങ് അവിടെ ടൈറ്റ് ആവുന്നവരെ വലിച്ച് വെക്കുക. ഇതുപോലെ വലിച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ നോസ് പ്ലെയർ എടുത്തിട്ട് ഗിയർ ലോക്ക് ഇതുപോലെ ഗിയർ ലോക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മുടെ ജംറിങ് എവിടെയും പോകില്ല, ലോക്കായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഗിയർ ലോക്കിൻ്റെ ഉപകാരം മനസ്സിലായല്ലോ, ലോക്ക് ചെയ്ത് വെക്കാൻ. അതുപോലെ നോസ് പ്ലെയറിൻ്റെ ഉപകാരം എന്താ? ഈ ഒരു ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് വെക്കാനാണ്. ഈ ഒരു മാലയിൽ അതാണ് നോസ് പ്ലെയറിൻ്റെ ഉപകാരമെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൽ ഓൾ ഇൻ വൺ ആണ് നമ്മുടെ നോസ് പ്ലെയർ. അപ്പോൾ ഞാൻ അതിൻ്റെ മറു സൈഡിൽ കൂടി ആദ്യം ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഗോൾഡൻ ബീഡ്സാണ് രണ്ടാമത് ഇട്ട് കൊടുക്കുന്നത്. ഇനി കോർത്ത് കൊടുക്കുന്നത് കുന്തൻ സ്റ്റോണാണ്. ഒരു ഹോളിലൂടെ മാത്രമാണ് ഇതുപോലെ കോർത്ത് കൊടുക്കുക. ഒരു കുന്തൻ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം ഇട്ട പോലെ ഒരു ഗോൾഡൻ ബീഡും കൂടി ഇട്ട് കൊടുക്കുക. അടുത്തത് വീണ്ടും ഗിയർ ലോക്ക്. ഇങ്ങനെ ഈ ഒരു പാറ്റേണിലുണ്ടല്ലോ, ഗിയർ ലോക്ക്, ഗോൾഡൻ ബീഡ്, കുന്തൻ സ്റ്റോണ്, വീണ്ടും ഗോൾഡൻ ബീഡ്, പിന്നെ 2 ഗിയർ ലോക്ക്. ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 5 സ്റ്റോണാണ് യൂസ് ചെയ്യുന്നത്, അതായത് കുന്തൻ സ്റ്റോണ്. ഈ 5 കുന്തൻ സ്റ്റോണിനും ഇതുപോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ കോർത്ത് കൊടുക്കുക. ഗിയർ ലോക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോൾ എല്ലാം കോർത്തതിന് ശേഷം അവസാനം മാത്രം ഒന്നിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യത്തെ നമ്മൾ ജംറിങ് ഇട്ട സൈഡിലാണ് ആദ്യം തന്നെ ചെയ്യേണ്ടതുള്ളൂ. ബാക്കിയെല്ലാം ഒന്നിച്ച് കോർത്തതിന് ശേഷം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ 5 സ്റ്റോണുകളും അതേ പാറ്റേണിൽ കോർത്തെടുത്തിട്ടുണ്ട്. അവസാന ഭാഗത്ത്, അതായത് കുന്തൻ സ്റ്റോൺ കോർത്ത് ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് അവസാന ഭാഗത്തും 2 ഗിയർ ലോക്ക് തന്നെ ഇട്ടിട്ട് വേണം നിർത്താൻ. പിന്നെ ഒരു ജംറിങ്ങും കൂടെ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയറിട്ട് വലിച്ച് ഗിയർ ലോക്ക് അവിടെ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മളിപ്പോൾ 2 സൈഡിലും ജംറിങ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മെറ്റീരിയൽസ് കാണിച്ച കൂട്ടത്തിൽ ഒരു സാധനം കാണിക്കാൻ വിട്ടുപോയി. അത് നമ്മുടെ കൊളുത്താണ്. നിങ്ങൾ വാങ്ങുമ്പോൾ ലോബ്സ്റ്റാർ ഹൂക്ക് വാങ്ങുന്നതാണ് നല്ലത്.
ഞാനിവിടെ ലോബ്സ്റ്റാർ ഹൂക്ക് കയ്യിലില്ലാത്തതുകൊണ്ട് എസ് കൊളുത്താണ് കൊടുത്തിട്ടുള്ളത്. ഈ കൊളുത്തിനും 2 രൂപയാണ് വില വരുന്നത്. ലോബ്സ്റ്റാർ ഹൂക്കിനും 2 രൂപ തന്നെയാണ്. ഇപ്പം നമ്മൾ കോർത്തിട്ടുള്ളത് ദാ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്പേസ് വിട്ടിട്ട് ഒന്ന് ഗിയർ ലോക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ദാ ഗിയർ ലോക്ക് പ്രസ് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടി സ്പേസ് വിട്ടിട്ട് ഗിയർ ലോക്കും കൂടി കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇതുപോലെ നോസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഒരു ഭാഗത്ത് ചെയ്താൽ മതി. ഗിയർ ലോക്ക് പ്രസ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഡയറക്ഷനിൽ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കഴുത്തിലൊക്കെ കുത്തും. ഈ ഇൻവിസിബിൾ നെക്ലേസ് ചെയ്യുമ്പോൾ ഈ ഗിയർ ലോക്ക് ഇടുന്ന കാര്യമാണ് നമ്മൾ എപ്പോഴും മറന്നു പോവുക. ഗിയർ ലോക്ക് ഒരിക്കലും മറക്കരുത്. 2 സൈഡും പ്രസ് ചെയ്യണമെങ്കിൽ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഓരോ ഗിയർ ലോക്ക് എന്തായാലും വേണം. അപ്പോൾ ഒരു സൈഡിൽ തന്നെ 2 എണ്ണം എപ്പോഴും ഇട്ടിരിക്കണം. ഗിയർ ലോക്ക് അധികം കട്ടിയൊന്നുമില്ല. നോസ് പ്ലെയർ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരുന്നോളൂ. അങ്ങനെ നമ്മളിപ്പോൾ 5 എണ്ണവും ഇതുപോലെ ഒരേ അകലത്തിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ കൈ കിട്ടുക. ഇതിപ്പോൾ ഒരു ചാംസ് ഇട്ടും ചെയ്യാം, എന്ന് വെച്ചാൽ ഒരു കുന്തൻ സ്റ്റോൺ മാത്രം ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ടും ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനത്തെ കുന്തൻ സ്റ്റോണോ ചാംസോ ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മളെ കയ്യിലുള്ള സ്റ്റോൺ വെച്ചിട്ട് ഒരു പെൻഡൻറ്റ് പോലെ OHP ഷീറ്റിൽ ഒട്ടിച്ചെടുത്തിട്ട് അത് വെച്ചും ഇൻവിസിബിൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ചിലവ് കുറവായിരിക്കും. എങ്ങനെ പോയാലും ഒരു 40 രൂപേൻ്റെ ഉള്ളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിൽ ഇൻവിസിബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, കുന്തൻ ഇയറിങ്സ്. നമ്മൾ സ്വന്തമായിട്ടൊരു കമ്മൽ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ മെറ്റീരിയൽസ് വാങ്ങണം, എത്ര രൂപ ചിലവ് വരും, എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കണം എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ബേസിലാണ്. അല്ലാതെ മെറ്റീരിയൽസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ആയിട്ട് അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ കാണുന്നൊരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഈ സ്റ്റോണ് പാക്കറ്റിന് 20 രൂപയാണ് വില വരുന്നത്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഈ കാണുന്ന സ്റ്റോണാണ്. ഇവൻ്റെ പേരാണ് നമ്മൾ ആദ്യം പറഞ്ഞ കുന്തൻ സ്റ്റോൺ. ഈ സ്റ്റോണ് കാണുന്നത് പോലെയല്ല, കുറച്ച് വില കൂടുതലാണ്. 15 ഗ്രാമിന് 30 രൂപ വില വരുന്നുണ്ട് ഈ ഒരു സ്റ്റോണിന്. ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല, പല ഷേപ്പിലും വലിപ്പത്തിലും കളറിലും ഒക്കെ ഈ സ്റ്റോണ് കിട്ടും കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗമ്മാണ് B7000. ഈ പശയ്ക്ക് 50 ml 60 രൂപയാണ് വില വരുന്നത്. മീശോയിലൊക്കെ വാങ്ങാൻ കിട്ടും, അവിടെ നല്ല വിലക്കുറവുണ്ട്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ജിമിക്കിയുടെ ബേസാണ്. ഇത് പല പല അളവിൽ കിട്ടും. ഒരെണ്ണത്തിന് 2 രൂപയാണ് വില വരുന്നത്. ഇനി പരിചയപ്പെടുന്നത് OHP ഷീറ്റാണ്. ഇതുപോലത്തെ ഒരു OHP ഷീറ്റ് A4 വലുപ്പത്തിലുള്ളതിന് 4 രൂപയാണ് വില വരുന്നത്. ഇനി ബാക്കി മെറ്റീരിയൽസ് ഞാൻ കമ്മൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ OHP ഷീറ്റിൽ കുറച്ച് B7000 ഗം അപ്ലൈ ചെയ്തിട്ട് ആദ്യം കാണിച്ചിട്ടുള്ള സ്റ്റോണ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് കാണിച്ചിട്ടുള്ള കുന്തൻ സ്റ്റോണുകൾ ഈ ഒരു സ്റ്റോണിൻ്റെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോണുകളൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്നൊരു പെന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിക്കൽ വളരെ സിമ്പിളായിരിക്കും. ഈ ഒരു പെന്നിൻ്റെ പേര് സ്റ്റോൺ സ്റ്റിക്കിംഗ് പെൻ എന്നാണ്. ഞാനിത് 35 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു പെന്നിന് 35 രൂപ. ഓരോ കടയിലും പല വിലയിലാണിത് വിൽക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആ OHP ഷീറ്റിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇപ്പം നല്ല ഭംഗിയുള്ളൊരു സ്റ്റഡായില്ലേ. ഇനി ഈ സ്റ്റഡിന് ഫ്രണ്ടിൽ പരിപാടിയൊന്നുമില്ല, ബാക്ക് സൈഡിലാണ് പരിപാടി. അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഐപ്പിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഐപ്പിന്നിന് 10 ഗ്രാമിന് 10 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഈ ഒരു ഐപ്പിന് നമ്മൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ കട്ടറും പീലറും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ജ്വല്ലറി മേക്കിങ്ങിനും പ്രധാനപ്പെട്ട ടൂൾസാണ് ഈ കട്ടറും നോസ് പീലറും അല്ലെങ്കിൽ നോസ് പ്ലെയറും. ഇനി വേണ്ടത് ബാക്ക് സ്റ്റഡാണ്. ഇതാണ് ഗോൾഡൻ ബാക്ക് സ്റ്റഡ്. ഇതിനും 10 ഗ്രാമിന് 10 രൂപയാണ് വില വരുന്നത്. ഇനി വേണ്ടത് വാക്സ് സ്ട്രിപ്പ് പേപ്പറാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസിൻ്റെ കവറൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇപ്പോഴത്തെ കവറുകളൊക്കെ ഇങ്ങനത്തെ ആണല്ലോ, അത് തന്നെയാണ് വാക്സ് സ്ട്രിപ്പ്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇവനെ നമുക്ക് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റഡിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഒന്ന് അതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി, ഒരു റൗണ്ടിൽ. ഇനി ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു ബാക്ക് സ്റ്റഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്റ്റഡിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ B7000 ഗമ്മ് ഒന്ന്
അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പശയ്ക്കൊരു കുഴപ്പമുണ്ട്, നന്നായിട്ട് ഒട്ടിക്കിട്ടണമെങ്കിൽ 48 മണിക്കൂറെങ്കിലും വേണമെന്നാണ് പറയുന്നത്. നമ്മൾ ഒട്ടിച്ച പാടേയും ഒട്ടും, പക്ഷേ ഒന്ന് ശക്തിയായിട്ട് വലിച്ചാൽ അപ്പോൾ ഊരിപ്പോവും. അപ്പോൾ 48 മണിക്കൂർ വരെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പിന്നെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഗമ്മ തേച്ചിട്ട് നമ്മുടെ ബാക്ക് സ്ട്രിപ്പിൽ ബാക്ക് സ്റ്റഡ് വെച്ചത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റഡിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്കുള്ള ജിമിക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജിമിക്കിയുടെ ബേസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ B7000 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം കാണിച്ചിട്ടുള്ള കുന്തൻ സ്റ്റോണ് റൗണ്ടിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിക്കുന്ന സമയത്ത് എല്ലാം ഒരേ നിരയിൽ ഒട്ടിക്കാൻ ശ്രമിക്കുക. കുറച്ച് താഴേക്കും കുറച്ച് മേലേക്കും ഒട്ടിച്ച് കഴിഞ്ഞാൽ കാണാനും ഭംഗി ഉണ്ടാവില്ല, കമ്മലിൻ്റെ ഒരു അലൈൻമെൻറ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ആദ്യം ഗമ്മ തേച്ചിട്ട് കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചെടുത്തു. വീണ്ടും രണ്ടാമത്തെ സൈഡിൽ ഗമ്മ തേച്ചിട്ടാണ് വീണ്ടും ഒരു സൈഡിലും കൂടെ ഒട്ടിച്ചെടുത്തത്. ഈ ഒരു ഗമ്മ് ഒരുപാട് ഏരിയയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും അടുത്ത സൈഡ് ഡ്രൈ ആയി പോവും. അപ്പോൾ കുറച്ച് ഏരിയയിൽ തേച്ച് അവിടെ സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം അടുത്ത ഏരിയയിൽ ഗം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ താഴത്തെ ഒരു നിര നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ഒട്ടിക്കുന്ന സ്റ്റോണ് ഈ കാണുന്ന റെഡ് ഡ്രോപ്പ് ഷേപ്പിലുള്ള സ്റ്റോണുകളാണ്. ഈ സ്റ്റോണുകൾക്ക് പാക്കറ്റിന് 10 രൂപയെ വില വരുന്നുള്ളൂ. അധികവും ഡ്രസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ സ്റ്റോണുകൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്ക് ഈ കുന്തൻ സ്റ്റോണിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗമ്മ തേച്ചിട്ട് ഇപ്പം കാണിച്ചിട്ടുള്ള സ്റ്റോണുകളെ ഓരോന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങനെ കമ്മലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ വൃത്തിയായിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കുക. അല്ലാതെ ആദ്യം ഒന്ന് ഒട്ടിച്ച് വീണ്ടും അതൊന്ന് പറിച്ചെടുത്ത് വീണ്ടും ഒട്ടിക്കുമ്പോൾ പിന്നെ കമ്മൽ കാണാൻ തന്നെ തീരെ വൃത്തി ഉണ്ടാവില്ല. സ്റ്റോണുകളുടെ മുകളിലൊക്കെ പശ ഒട്ടിപ്പിടിക്കും. അത് പിന്നെ കളയാൻ ഭയങ്കര പ്രയാസമാണ്. അതല്ലാതെ കുറേ കളറ് ഫെയ്ഡാവുകയും ചെയ്യും പറിച്ചെടുത്ത് ഒട്ടിക്കുന്ന സമയത്ത്. എന്തായാലും നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യുക. ധൃതി പിടിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ ഒട്ടിക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഒട്ടും നടക്കില്ല. അങ്ങനെ ആ ഒരു സ്റ്റോണും നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലത്തെ ഗോൾഡൻ സ്റ്റോൺ ചെയിനാണ്. ഈ ഒരു സ്റ്റോൺ ചെയിന് മീറ്ററിന് 25 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഈ ഒരു സ്റ്റോൺ ചെയിൻ്റെ ഒരു കുഞ്ഞ് പീസ് മാത്രമേ നമ്മൾ ഈ കമ്മലിന് ഉപയോഗിക്കുന്നുള്ളൂ. ഈ റെഡ് സ്റ്റോണിൻ്റെ തൊട്ട് മുകളിലായിട്ട് റൗണ്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പരിപാടിക്ക് കുറച്ചൊരു ക്ഷമ വേണേ. ചിലപ്പോൾ നമ്മളിതൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് എല്ലാം കൂടി തട്ടി താഴെ പോവും. പിന്നെ അതൊക്കെ പെറുക്കിയെടുക്കണം. പെറുക്കിയെടുക്കലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു സ്റ്റോൺ ചെയിനും കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നല്ല, കുറച്ചുകൂടി ഒട്ടിക്കാനുണ്ട്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ ആദ്യം ഒട്ടിച്ചിട്ടുള്ള കുന്തൻ സ്റ്റോണുകളുണ്ടല്ലോ, അവരെ ഒരു 5 എണ്ണത്തിന് വീണ്ടും ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഓരോന്നും ഒട്ടിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് അവിടെ വെക്കുക. അല്ലെങ്കിൽ അടുത്തത് ഒട്ടിക്കുമ്പോൾ ആദ്യം ഒട്ടിച്ചത് കയ്യിൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ കുറച്ച് നേരം ഗ്യാപ്പ് വിട്ട് വേണം ഓരോ സ്റ്റോണുകളും ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു കമ്മലിനപ്പോൾ എത്ര നേരം മെനക്കെടണമെന്ന്. അങ്ങനെയല്ല, അതാ ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ചൊരു ക്ഷമ വേണമെന്ന്. ഓരോന്നും ഇങ്ങനെ പെറുക്കി ഒട്ടിച്ച് വെക്കണ്ടേ. പിന്നെ ഇതിനോടൊരു ഇഷ്ടമുള്ളവരാണെങ്കിൽ കുത്തിരുന്ന് ഒട്ടിച്ചോളും. എന്നെപ്പോലെ ഒരുപാട് ടൈം എടുത്ത് കുത്തിരുന്ന് ഒട്ടിച്ചോളും. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. ഈ പണിയൊന്നും ഇല്ലാത്തവർക്ക് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ കുത്തിരിക്കാലോ എന്നല്ലേ. അതെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ കാര്യം കേൾക്കണോ? എനിക്ക് 3 മക്കളാണ്. അതിൽ ചെറിയ മക്കൾ ഇരട്ടക്കുട്ടികളാണ്. 2 വയസ്സായിട്ടുള്ളൂ. ഒട്ടും കുരുത്തക്കേടില്ല, തീരെ ഇല്ലെന്നേ. അവരെ വെച്ചിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നേ. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാനേ. അങ്ങനെ നമ്മൾ അതങ്ങോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലാറ്റ് ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഇതിനും 10 ഗ്രാമിന് 10 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മുടെ ജിമിക്കിയുടെ താഴെയായിട്ട് ഒരു മുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മുത്ത് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ളൊരു വെള്ള മുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മുത്തിന് ഒരു പാക്കറ്റിന് 15 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അവനെ ഒരെണ്ണത്തിന് എടുക്കുക. എന്നിട്ട് നമ്മളെ ഹെഡ് പിന്നിലിട്ട് കൊടുക്കുക. എന്നിട്ട് കട്ടർ കൊണ്ട് കട്ട് പിന്നെ നമ്മളെ നോസ് പ്ലെയറും കൊണ്ട്, നോസ് പ്ലെയറിൻ്റെ മറ്റൊരു ഉപകാരമാണ് ഇങ്ങനെ ലൂപ്പ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുത്തിനെ നമ്മൾ ഒരു ഐപ്പിന്നിൽ ഇട്ട് കൊടുക്കുകയാണ്. ഐപ്പിന്നിനെ അറിയാലോ, നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിൽ നമ്മുടെ ഈ ഒരു മുത്തിനെ കൊളുത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് മുകൾ ഭാഗത്തായിട്ട് ഒരു മുത്തും കൂടെ കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ കാണിച്ചിട്ടുള്ള വലിയ വെള്ളമുത്തല്ല, അതിനെക്കാട്ടിയും ചെറിയൊരു വെള്ളമുത്ത്. ഇനി ഈ ഐപ്പിന്നിനെ നമുക്ക് നമ്മുടെ ജിമിക്കിയിൽ ഇട്ട് കൊടുക്കുക.
എന്നിട്ട് അതിൻ്റെയും തൊട്ട് മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കട്ടിംഗ് പ്ലെയർ എടുക്കുക, എന്നിട്ട് കുറച്ച് മുകളിൽ വെച്ചിട്ട് കട്ട് കട്ട് കട്ട്. ഇനി നോസ് പീലർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ലൂപ്പ് ഉണ്ടാക്കി വെക്കുക. ഈ ഒരു ലൂപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ നേരത്തെ സ്റ്റഡ് ഉണ്ടാക്കിയ സമയത്ത് ഒരു ഐപ്പിന് താഴത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഐപ്പിന്നിലേക്ക് ഈ ഒരു ജിമിക്കിയുടെ ഈ ഐപ്പിന്നും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ജിമിക്കി കമ്മൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ കയറി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.